ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു പുതിന ചട്നി ചെയ്താലോ. അപ്പോൾ അതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കെട്ട് പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിനയില എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ പാനിൽ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അതുപോലെ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ 4 പച്ചമുളക് 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ അടുത്തുള്ളത് നല്ല എരിവ് കുറവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താലും മതിയാവും. ഇതാ പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. സവാള ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് വാടി വരികയും വേണം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഈ തക്കാളി കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ്. അതായത് ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഉടഞ്ഞു വരണം. അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുതിന ഇലയാണ്. ഞാനിവിടെ ഒരു കെട്ട് പുതിന ഇല എടുത്ത് വെച്ചിരുന്നു. അത് തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമായപ്പോൾ 1 കപ്പാണുള്ളത്. ഈ പുതിന ഇല നന്നായിട്ട് 2-3 തവണ വാഷ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഈ പുതിന ഇല ചേർത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കുക. ഈ ഇലകൾ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് വാട്ടിയെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഇലകളുടെ പച്ചച്ചവ് ഒന്ന് നന്നായിട്ട് മാറണം. അപ്പോഴാണ് ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കണം. പുതിനയും മല്ലിയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് നല്ല ക്വാണ്ടിറ്റി കണ്ടിരുന്നു, പക്ഷെ വാടി വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നന്നായിട്ട് വാട്ടിയെടുക്കണം. പുതിനയും മല്ലിയിലയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ വാളംപുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഈ പുളി ചേർക്കുന്നതുകൊണ്ട് പുളി കൂടി പോകുന്നില്ല, നിങ്ങളിത് ഒഴിവാക്കുകയും ചെയ്യരുത്. എന്താ വെച്ചാൽ ഈ പുളിയും പുതിനയും കൂടി ചേരുമ്പോൾ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ചേർക്കണം. അപ്പോൾ വാളംപുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട്, അതായത് ആ പുളിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർക്കാം. ഈ തേങ്ങ ചിരവിയത് ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് തേങ്ങ ഒരുപാട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതുപോലെ വെള്ളം ചേർക്കുമ്പോൾ 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വേണ്ടി വരും. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അതിലും കൂടുതൽ വെള്ളം ചേർക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു കട്ടിയിൽ വേണം ഈ ചട്നി ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതാ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസ് ആവരുത്, കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പുതിന ചട്നി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ എനിക്കിവിടെ ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം കറക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിട്ട് അരച്ചെടുക്കുക. അടുത്തതായി നമുക്ക് ചട്നിയിലേക്കൊന്ന് വറുത്തിടുക. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചട്നിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ നല്ല രുചിയുള്ള അടിപൊളിയായിട്ടുള്ള പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.